ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണങ്ങളിലൊന്നായ കാശി ഗംഗയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. വാരണാസി എന്നും ബനാറസ് എന്നും കാശി എന്നുമെല്ലാം അറിയപ്പെടുന്നതാണ് ശിവന്റെ ഈ പ്രിയ നഗരം. 32,000 ക്ഷേത്രങ്ങൾ, 84 ഘട്ടുകൾ, ഇതെല്ലാം ഇവിടെയായി സ്ഥിതി ചെയ്യുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മരണമെന്ന നിത്യസത്യത്തെ സദാ ഓർമ്മിപ്പിക്കുന്ന ഒരു നഗരം കൂടിയാണ് കാശി. ഗംഗാതീരത്തായി ഇടതടവില്ലാതെ എരിയുന്ന ചിതകളും ജനിമൃതി ചക്രത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് മോചനം തേടിയെത്തുന്ന മനുഷ്യരുമെല്ലാം കാശിയുടെ വേറിട്ട കാഴ്ചകളാണ്. മരണത്തെ സദാ ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങളെ ഒഴിവാക്കാനാണ് പൊതുവിൽ മനുഷ്യർ ശ്രദ്ധ വയ്ക്കുന്നതെങ്കിൽ കാശി അക്കാര്യത്തിലും വ്യത്യസ്തമാണ്. ശിവന്റെ കാശി, ഇവിടെയെല്ലാം പരമശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവം മാത്രമല്ല ഇവിടെ ശിവൻ, കുടുംബത്തിൻ്റെ ഭാഗമായും സംരക്ഷകനായും സഹോദരനായും മകനായും പരമശിവന്റെ സാന്നിധ്യം ഈ ശിവനഗരിയുമായി ചേർന്ന് നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സംസ്കാരം, സാഹിത്യം, കലകൾ, ആത്മീയത, വിദ്യാഭ്യാസം, ചരിത്രം, തത്വചിന്ത, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മീയ ഭൂമി ലോകമെമ്പാടുമുള്ള മനുഷ്യരെ തന്നിലേക്ക് ആകർഷിക്കുന്നു. കാശിയിലെത്തിയാൽ മോക്ഷം എന്നതാണ് വിശ്വാസം. മടങ്ങിപ്പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആകർഷണീയത ഈ പട്ടണം അതിലേക്ക് വന്നെത്തിച്ചേരുന്നവരിൽ ഉണർത്തുന്നു. വ്യത്യസ്തരായ മനുഷ്യർ, ഭാഷ, ദേശം, ജാതി, മതം, നിറം, ഇത്തരത്തിലുള്ള എല്ലാ വേർതിരിവുകളും ഇവിടെ എത്തുന്നതോടെ ഇല്ലാതാകുന്നു. മനസ്സിനെ ആനന്ദത്തിലെത്തിക്കുന്ന ചടങ്ങായ ഗംഗാ ആരതിയും വിളക്കുകളുടെ പ്രഭയിൽ മുങ്ങി നിൽക്കുന്ന വാരണാസിയും നമ്മെ വേറിട്ട ഒരു തലത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക. മനുഷ്യജന്മത്തിൻ്റെ നിസ്സാരതയെ അനുനിമിഷം ഓർമ്മിപ്പിക്കുന്നതും ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നതുമാണ് ഇവിടുത്തെ സദാ ജ്വലിക്കുന്ന ചിതകൾ. ഇതെല്ലാം ആത്മീയതയുടെ പാഠശാല എന്നും കാശിയെപ്പറ്റി പറയാനുള്ള കാരണങ്ങളാണ്. തിരക്കിൽ അലിഞ്ഞു ചേർന്ന് മണികർണിക കട്ടിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാൽ തീരാവുന്നതേയുള്ളൂ ഏത് മതമാത്സര്യങ്ങളും. മനുഷ്യനിലെ അഹംഭാവങ്ങളെ, തിരക്കുകളെ, ആർത്തികളെ, സ്വാർത്ഥതയെ എല്ലാം തകർത്തെറിയുക തന്നെ ചെയ്യും പരമേശ്വരൻ്റെ പ്രിയ നഗരമായ കാശി. കാശി ഒരു വികാരമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യനെ വലിച്ചിടിപ്പിക്കുന്ന ഒരു കാന്തം പോലെയും അത് പ്രവർത്തിച്ചു വരുന്നു. ശിവൻ വാരണാസിയെ ഒരു ദിവ്യ നഗരമായി സ്ഥാപിച്ചു എന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയ ആശ്വാസവും മോചനവും തേടുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റി എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. വാരണാസിയിൽ വെച്ച് മരണം നടന്നാൽ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം, മോക്ഷം എന്നിവ ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. സ്കന്ദപുരാണമനുസരിച്ച് കാശിയാ മരണം മുക്തി, കാശിയിൽ മരിക്കുക എന്നാൽ മോക്ഷം നേടുക എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിയ സാംസ്കാരിക നഗരങ്ങളിലും ഒന്നായ വാരണാസിക്ക് 3000 വർഷത്തിലേറെയായി ജനജീവിതം ഇടതടവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധ്യമാകുന്നു എന്നതും എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ്. വരുണ എന്നും അസി എന്നും പേരുകളുള്ള 2 നദികളിൽ നിന്നുമാണ് ഈ നഗരത്തിന് വാരണാസി എന്ന പേര് ലഭിച്ചത്. തിളങ്ങുക എന്നതിൽ നിന്നാണ് കാശി എന്ന പേര് വരുന്നത്. ആനന്ദവനം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം രാജ്യത്തെ അതീവ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പുണ്യവും പവിത്രവുമായ കാശി ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടം എന്നാണ് പറയപ്പെടുന്നത്. ആത്മീയ തലസ്ഥാനം എന്നും ഇവിടം അറിയപ്പെട്ടു വരുന്നു. വാരണാസിക്ക് കിലോമീറ്ററുകൾക്കകലെയായി സ്ഥിതി ചെയ്യുന്ന സാരാനാഥ്, ഇവിടെയാണ് ജ്ഞാനോദയം നേടിയ ശേഷം ഭഗവാൻ ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത്. നൂറ്റാണ്ടുകളായി സാഹിത്യത്തിനും പഠനത്തിനുമുള്ള ഒരു കേന്ദ്രമായും ഇവിടം അറിയപ്പെട്ടു പോരുന്നു. ഭക്തകവി തുളസീദാസ്, മുൻഷി പ്രേംചന്ദ് എന്നിവർക്കൊപ്പം പണ്ഡിറ്റ് രവിശങ്കറിൻ്റെയും ബിസ്മില്ല ഖാൻ്റെയും ജന്മസ്ഥലം കൂടിയാണ് ഇവിടം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സർവകലാശാല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഈ നഗരത്തിൻ്റെ ഭാഗമായാണ് പ്രവർത്തിച്ചു വരുന്നത്. ജൈനമതത്തിനും വലിയ പ്രാധാന്യമുള്ള ഇടമാണ് കാശി. ഇവിടെ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തുള്ള സിദ്ധേശ്വരി ക്ഷേത്രത്തിലെ ചന്ദ്രകൂപമെന്ന ഒരു കിണർ, അത് മരണമടുത്തു എന്നതിന് സൂചന നൽകുന്നതായും കരുതപ്പെട്ടു പോരുന്നു. ഈ കിണറിലേക്ക് നോക്കുന്ന ഒരാൾക്ക് നിഴൽ കാണുന്നില്ലെങ്കിൽ മരണം 6 മാസം കടക്കില്ലെന്നാണ് ചിലരുടെ വിശ്വാസം. ജ്ഞാനത്തിൻ്റെ കിണർ, ഇവിടെയാണ് വിശ്വനാഥ ക്ഷേത്രത്തിലെ യഥാർത്ഥ ശിവലിംഗം ഉള്ളതെന്നും അധിനിവേശ സമയത്ത് കിണറിൽ ഒളിപ്പിച്ചു എന്നുമാണ് പൊതുവിലുള്ള വിശ്വാസം. ഗംഗയുടെ തീരത്തായി വരുന്ന 84 ഘട്ടുകൾ, അതാണ് മറ്റൊരു സവിശേഷത. ലോകത്തിൽ മറ്റൊരിടത്തും ഒരു നദീതീരത്തായും ഇത്രത്തോളം ഘട്ടുകൾ ഉള്ളതായും പറയപ്പെടുന്നില്ല.
കൂർമ്മപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, അഗ്നിപുരാണം തുടങ്ങി വിവിധ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ അസ്ഥികട്ടിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മണികർണിക, ഹരിചന്ദ്ര തുടങ്ങിയ മോക്ഷകട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതായും കരുതുന്നു. ശിവന്റെ ഒരു രൂപമായ രുദ്രൻ 80 അസുരന്മാരെ വധിച്ച സ്ഥലമായതിനാലാണ് ഹിന്ദിയിൽ 80 എന്നർത്ഥം വരുന്ന അസി എന്ന പേര് ഈ കട്ടിന് ലഭിച്ചതെന്നും കരുതി വരുന്നു. പുരാതനമായ മണികർണിക കട്ടിലാകട്ടെ നൂറ്റാണ്ടുകളായി ഇവിടെ ദഹിപ്പിക്കപ്പെട്ട എണ്ണമറ്റ ആത്മാക്കളുടെ പ്രേതങ്ങൾ വിഹരിക്കുന്ന ഒരിടമായും വിശ്വസിക്കപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ എത്തപ്പെടുന്നത് വിചിത്രമായ അനുഭവങ്ങൾക്ക് കാരണമാകുമെന്നും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. വിലാപങ്ങൾ ശ്മശാനങ്ങളുടെ പൊതു സ്വഭാവമെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മണികർണിക കട്ട്. ഇവിടെ മനുഷ്യർ മോക്ഷത്തെയാണ് തേടുന്നത്. ഇവിടെ സംസ്കരിക്കപ്പെടുന്നവർ മോക്ഷപാതയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് ശരീരങ്ങൾ ദിനംപ്രതി എരിയുന്ന മണികർണിക കട്ട് പൊതുവിൽ സ്ത്രീകൾക്ക് പ്രവേശനാനുമതി കുറവുള്ള ഒരു ഇടം കൂടിയാണ്. മസാൻ കി ഹോളി അഥവാ ശ്മശാനത്തിലെ ഹോളിയാണ് വാരണാസിയിലെ മറ്റൊരു വേറിട്ട ആഘോഷം. രംഗുഫാരി ഏകാദശിക്ക് ശേഷം ഭക്തർ ചിതാഭസ്മ ഉപയോഗിച്ച് മസാൻ ഹോളി ആചരിക്കുന്ന രീതികളും മണികർണികയെ വേറിട്ട് നിർത്തുന്നു. മഹാശ്മശാനനാഥ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തിലും ചിതാഭസ്മം അർപ്പിക്കുന്നു. ശ്മശാന ഭസ്മം കൊണ്ട് മണികർണിക കട്ടിൽ നടത്തുന്ന ഈ ഹോളി ആഘോഷം ഭയം, മരണം, ലൗകിക ബന്ധനങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനമായും കണക്കാക്കപ്പെടുന്നു. ശിവനും ഭൂതഗണങ്ങളും ആത്മാക്കളും ചേർന്ന് ചിതയെരിയുന്ന കട്ടുകളിൽ നടത്തുന്ന ആഘോഷമായാണ് മസാൻ ഹോളിയെ കണക്കാക്കുന്നത്. ഇവിടെ ഹോളി നിറങ്ങളുടെ ആകർഷണീയതയല്ല, മറിച്ച് ജനനമരണ ചക്രത്തെയാണ് എടുത്തു കാട്ടുന്നത്. അശ്വമേധ കട്ടിൽ മഴക്കാലത്തായി നടത്തുന്നതാണ് തവള കല്യാണം. വിവാഹ ചടങ്ങിന് ശേഷം തവളകളെ ഗംഗയിലേക്ക് വിടുന്നു. നല്ല വിളവിനായി പ്രദേശവാസികൾ നടത്തുന്ന ചടങ്ങാണിത്. സാധാരണ ഗംഗാജലം പവിത്രമായി കണക്കാക്കി വിശ്വാസികൾ ശേഖരിക്കുന്നത് പതിവാണ്. പക്ഷേ കാശിയിൽ നിന്ന് ഗംഗാജലമോ ഇവിടുത്തെ നനഞ്ഞ മണ്ണോ കൊണ്ടുവരുന്നത് അശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ആത്മാക്കളുമായുള്ള ബന്ധവും മണികർണിക കട്ടിൽ സദാ നടക്കുന്ന ശവസംസ്കാരങ്ങളുമാണ്. ഇത്തരത്തിലൊരു കാരണം ഉള്ളതിനാൽ മണ്ണും ജലവും ആത്മാക്കളുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും കരുതിപ്പോരുന്നു. കാശിയിൽ നിന്നെടുക്കുന്ന ഗംഗാജലം കുടിക്കുന്നത് മോക്ഷത്തിലേക്കുള്ള പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രം തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. യോഗയുടെ ആരംഭ സ്ഥലമായും കാശിയെ കരുതി വരുന്നുണ്ട്. കാശി വെറുമൊരു നഗരം മാത്രമല്ല, വിശ്വാസികൾക്കിവിടെ കർമ്മത്തിൻ്റെ പരിസമാപ്തിയും മോക്ഷത്തിൻ്റെ തുടക്കവുമാകുന്നു. മോക്ഷത്തിലേക്കുള്ള കവാടമെന്ന് കരുതിപ്പോരുന്ന ഈ നഗരത്തിലാണ് വർഷത്തിലൊരിക്കൽ ശിവരാത്രിയിൽ അല്ലെങ്കിൽ ചില വിശേഷ അവസരങ്ങളിൽ മാത്രം തുറക്കുന്ന പിതാമഹേശ്വർ ക്ഷേത്രം ഉള്ളത്. ഇവിടെ പരമശിവനെ സകല പിതൃക്കളുടെയും പിതാവായി കരുതി ആരാധിച്ചു വരുന്നു. പിതാമഹേശ്വറിൽ ശിവലിംഗം ഒരു അറയ്ക്കുള്ളിലായി ഭൂമിക്ക് കുറച്ചടി താഴ്ചയിലാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ ശിവലിംഗ ദർശനം സാധ്യമായാൽ അത് നടത്തുന്നവർക്ക് മാത്രമല്ല, അവരുടെ 21 തലമുറകൾക്ക് മോക്ഷം എന്നാണ് വിശ്വാസം. കാശിയുടെ കോട്ട്വാൾ അഥവാ രക്ഷകൻ എന്നറിയപ്പെടുന്ന കാലഭൈരവൻ ഈ നഗരത്തിൻ്റെ സംരക്ഷകനാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കാലഭൈരവന്റെ അനുവാദമില്ലാതെ ആർക്കും കാശിയിലേക്ക് പ്രവേശനമോ താമസമോ സാധ്യമല്ലെന്നും വിശ്വാസികൾ പറയുന്നു. കാശിയിൽ ആത്മീയ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ കാലഭൈരവന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്നു. സിനിമാ നിർമ്മാതാക്കളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കാശി. ആത്മീയ ജ്ഞാനത്താൽ പ്രകാശിതമായ കാശി പ്രകാശ നഗരമെന്നും അറിയപ്പെടുന്നു. ശിവൻ ഇവിടെ വസിക്കുന്നതായും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് കാലത്തിനപ്പുറത്തേക്ക് നീളുന്നതാണെന്നും പറയപ്പെടുന്നു. അഭിഭക്ത ശിവലിംഗത്തിൻ്റെ സാന്നിധ്യം മുൻനിർത്തി മരണത്തിന് മുന്നേ തന്നെ മോക്ഷം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലമാണിതെന്നും വേദങ്ങൾ ഈ നഗരത്തെ വിശേഷിപ്പിക്കുന്നു. എല്ലാ വഴികളും ശിവനിലേക്ക് എത്തുന്ന കാശി വിവരിക്കാനാകാത്ത അത്ര അനുഭൂതി പകർന്നു നൽകുന്ന ഒരിടമായും വിശ്വാസികൾ കാശിയെ അനുഭവിച്ചറിയുന്നു.